പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഏറ്റവും സജീവമായി നിൽക്കുന്നത്. കാരണം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ 2 നാൾ കൂടെ പ്രചരണ രംഗത്ത് അടിയൊഴുക്കുകൾ അനുകൂലമാക്കണം, പരമാവധി വോട്ടുകൾ സംഭരിക്കണം. അതിനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ അല്ലേ? എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചൂട്? ജിസി, ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നമ്മൾ എന്തൊക്കെ കേട്ടു, എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നു, അങ്ങനെ ഓരോ ദിവസവും പുതിയ തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും വിവിധ കാര്യങ്ങളുമൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഇത്രയും ദിവസം കണ്ടതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ ചിത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. നാളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശമാണ്. അതിനുശേഷം മറ്റന്നാൾ നിശബ്ദ പ്രചരണം. അതിനുശേഷമുള്ള നാൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിധി എഴുതാനായിട്ട് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും. എന്തായാലും പ്രചരണം അത്യന്തം ആവേശം നിറഞ്ഞതായിരുന്നു. ഒരു തരത്തിലും നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രചരണം മുമ്പോട്ട് പോകുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനേക്കാൾ ഒരു പടി കൂടി കടന്നുകൊണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം നയിച്ചത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നത് പൗരത്വ നിയമ ഭേദഗതിയാണ്. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ തുടങ്ങിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിലടക്കം നിറഞ്ഞു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം. എന്തായാലും ഇന്നും നാളെയുമൊക്കെ ആയിട്ട് സജീവമായിട്ട് കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരും. എന്തായാലും എല്ലാ മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവസാന ഘട്ടത്തിലെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും മുന്നണികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിച്ചലും ഒക്കെ ആയിട്ട് മുന്നണികൾ മുമ്പോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും അതാത് വോട്ടർമാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും മുന്നണികൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഏത് തെരഞ്ഞെടുപ്പായാലും ഓരോ മുന്നണികളും അതാത് പ്രദേശത്തെ വോട്ടർമാരെയും ഈ ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങും. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മുന്നണികളും കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതെല്ലാം ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ക്രമീകരിച്ചതായി നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഏതായാലും നാളെ